ഒറ്റയാണെന്ന് വിചാരിച്ചോ? ഇന്നലെ ഇവിടെ ആന ഇറങ്ങിയായിരുന്നു. ആന നമ്മളൊന്നും ചെയ്യില്ല. എന്താ പേര്? മാല. നിന്റെ കിളി എവിടെ? വീട്ടിലുണ്ട്. അതിന് എനിക്ക് തരുമോ? ഞാൻ തരില്ല. അങ്ങനെ പോയാലോടി പെണ്ണെ. കൊച്ചുമലയാളിക്ക് എന്ത് വേണം? ഈ തത്തമ്മ ചുണ്ടുകൊണ്ടൊരു ചക്കരമുത്തം തരുമോ? നീ ഉറങ്ങിയില്ലേ ഇതുവരെ? ജെയിംസ് കുട്ടി വന്നില്ല. അവനെവിടെ പോയി? കോട്ടയത്ത് ഒരു കൂട്ടുകാരനെ കാണാൻ പോയതാ. രാത്രിയായ കാര്യം അറിഞ്ഞില്ലായിരിക്കും. അവൻ ഈ വീട്ടിനകത്ത് എത്ര നേരം എന്ന് വെച്ചാ കുത്തിയിരിക്കുന്നത്. ഇത്തിരി താമസിച്ച വരത്തോളെന്ന് പറഞ്ഞിട്ടാ പോയത്. വരും. അവൻ ഏത് കൂട്ടുകാരനെയാണ് കാണാൻ പോയതെന്ന് നിനക്കറിയാമോ? അതിപ്പോ ഞാൻ എങ്ങനെ അറിയുന്നത്? അറിയണം. നമുക്കൊരു മോനല്ലേ ഉള്ളൂ. അവനെ ലാളിക്കുന്നത് തെറ്റില്ല. പക്ഷെ നിന്റെ ലാളന അവനെ നശിപ്പിക്കുകയാണ്. അവൻ എങ്ങനെ നശിക്കുന്നെന്നോ നിങ്ങൾ ഈ പറയുന്നത്? അത് കുറെ കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും. അവൻ പോയിരിക്കുന്ന എവിടെയാണെന്ന് നിനക്കറിയാമോ? കുടിക്കാൻ. അവൻ ഒരു ദിവസം കുടിക്കുന്ന മദ്യത്തിന്റെ അളവ് ഇന്ന് അവന് പോലും അറിയില്ല. ഇത് ഞാൻ എന്തിനാ ഇല്ലാതിനും പറയുന്നത്? എന്റെ മോനെ അങ്ങനെ കുടിക്കില്ല. അവനെ തല്ലരുത്. ഞാൻ എന്തിനാ അവനെ തല്ലണം? തല്ലേണ്ടത് നിന്നെയാണ്. അല്ലേ? അവന്റെ സഞ്ചിയിലുള്ള മദ്യക്കുപ്പിയിൽ ഇനിയും ബാക്കി കാണും. പാല് കോരിക്കൊടുത്ത അതേ കൈകൊണ്ട് നീ മദ്യം ഒഴിച്ചു കൊടുക്ക. ചെല്ല്. എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. എന്താ? എന്താ കാര്യം? എനിക്ക് ഈ നാട്ടില് വേണ്ടപ്പെട്ടവരാരുമില്ല. ഒറ്റയ്ക്ക് ആഹാരം വെച്ച് കഴിക്കുകയാണ്. ഞാൻ നിന്റെ അച്ഛനോട് സംസാരിച്ചു. അദ്ദേഹത്തിന് സമ്മതമാണ്. എന്തിന്? നിങ്ങൾ കരിവെച്ച് തരാനോ? അല്ല, പിന്നെ നിന്നെ എനിക്ക് വിവാഹം കഴിച്ചു തരാം. രാധേ, നിന്നെ എനിക്കിഷ്ടമാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഈ വിവാഹത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാനൊരൊറ്റ അടി വെച്ചു തരും. നിനക്ക് വീട്ടിൽ ഇരുന്ന പോരായിരുന്നു? കണ്ടില്ലേ, എന്നെ ചെളിക്കായിരുന്നു. എന്റെ തത്തമ്മയെ തരൂ. തരില്ല. തരാനാ പറഞ്ഞത്. കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നാൽ എന്റെ തത്തമ്മയെ തരാം. അനാവശ്യം പറയുന്നു. തത്തമ്മയ്ക്ക് തരാനാ പറഞ്ഞ്. അങ്ങനെ തരത്തിലടി പെണ്ണെ. കൊച്ചുമലയാളി, ആ തത്ത ഞാൻ കൊടുക്കും.
മനസ്സില്ല. കൊടുക്കാനാ പറഞ്ഞത്. മനസ്സിലടാ പട്ടി. അയ്യോ അരുത് ചേട്ടാ അരുത്. ഇതാ കൊച്ചു മുതലാളി. എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ച് നോക്കല്ലേ. ഇത് ഇവൻ തന്നെ അവിടെ കൊണ്ടുവന്ന് തരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ ഓ ഓ നീ അതോടെങ്ങാനും വെച്ചോടി. ആവശ്യമുള്ളവൻ വന്ന് എടുത്തോളൂ. വീട്ടിൽ പോടി. ഈ മുൻകോപം ഒന്ന് കുറയ്ക്കണം കേട്ടോ. പിന്നെ എന്നെ പട്ടിയെന്ന് വിളിച്ചാൽ ഞാൻ അവനെ തൊട്ടുമുത്തണം. അവന്റെ അഹങ്കാരം കൊണ്ടല്ലേ അവൻ എന്നെ വെടിവെച്ചത്. അതെങ്ങനെ എന്റെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ. അവരൊക്കെ വലിയ ആളുകളാ. ആരായാലും ശരി, ഞാൻ പേടിക്കില്ല. കൊച്ചു മുതലാളി അവൻ തല്ലിയോ? അവനെ ഞാൻ പിടിച്ചു കെട്ടി കൊച്ചു മുതലാളിയുടെ മുമ്പിൽ കൊണ്ട് കിട്ടുതരാം. എടാ നീ ഒറ്റയ്ക്ക് പോണ്ട. ആ വർക്കിയും ബാപ്പനെയും കൂടെ വിളിച്ചോ. നീ വീട്ടിൽ പോ. പോകാൻ. എന്തേ എല്ലാരും കൂടെ? നീ കൊച്ചു മുതലാളിയെ തല്ലിയോ? കൊച്ചു മുതലാളി എന്താണ് ചെയ്തതെന്ന് നീ ചോദിച്ചോ. കൊച്ചു മുതലാളി എന്തും ചെയ്യും. നീ തല്ലുവോ? ആ തെമ്മാടിത്തരം കാണിച്ചാ തല്ലും. ഛീ!